Hello, welcome to Market Discussion of the Day. Today, March 25th, 2026. വെനസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സ് പഠിപ്പിച്ച് തരുന്ന പുതിയ ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഫോറക്സ് മാർക്കറ്റിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ഈ ക്ലാസ്സസ് നടക്കുന്നത്. എല്ലാ മൺഡേ ടു ഫ്രൈഡേ, അതിനുശേഷം അതിൻ്റെ അടുത്ത മൺഡേ ട്യൂസ്ഡേ ആയിട്ട് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരികയും ചെയ്യും. ഇതിൻ്റെ ഫീസ് വരുന്നത് വളരെ ഏറ്റവും പൈസ കുറച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ വെറും 99 രൂപ മാത്രമാണ് നമ്മൾ ഈ ഒരു കോഴ്സിന് വാങ്ങുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ ഇപ്പോൾ ഒരു അഡ്വാൻസ് ലെവലിലുള്ള ഒരാൾക്ക് എത്രമാത്രം ഇത് ഉപകാരപ്പെടും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഉറപ്പായിട്ടൊരു ബിഗിനർക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഇതിലൂടെ ഈ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കിട്ടുകയും അതിലൂടെ നിങ്ങൾക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സ് അറിഞ്ഞ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ഓവർ എ പോയിന്റ് ഓഫ് ടൈം നമ്മൾ ട്രേഡിംഗ് ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഒരുപാട് ഫണ്ടമെൻ്റൽസ് നമ്മളുടെ ഈ ഒരു വീക്കെൻഡിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇന്നലെ മെനഞ്ഞാനത്തെയൊക്കെയുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. ഓക്കെ, സോ ബേസിക്കലി കഴിഞ്ഞ വീക്കെൻഡിന് മുന്നേ ആയിട്ട് 48 മണിക്കൂറിനുള്ളിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്ന ആ ഒരു കടൽപ്പാത ഇറാൻ തുറന്നു കൊടുത്തില്ല എങ്കിൽ വലിയ രീതിയിലുള്ള ഇറാൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ എല്ലാം തകർക്കും എന്നുള്ള രീതിയിലൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം അതിന് 48 മണിക്കൂറായിരുന്നു കൊടുത്തത്. അത് ഇന്നലെ രാവിലെ വരെ ആയിരുന്നു. 48 മണിക്കൂർ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ വേറൊരു പ്രഖ്യാപനം നടത്തി. അടുത്ത 5 ദിവസത്തേക്ക് ഒരു സ്ട്രൈക്കിനൊരു പോസ് കൊടുക്കുക എന്നുള്ളൊരു കാര്യം പുള്ളിക്കാരൻ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് US ഫോഴ്സ് എന്ത് ചെയ്തു, പോസ്റ്റ്പോണ്ടഡ് ഓൾ സ്ട്രൈക്സ് അഗെയിൻസ്റ്റ് ഇറാനിയൻ എനർജി ഇൻഫ്രാസ്ട്രക്ചർ ഫോർ 5 days എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അത് എന്താ പറയുക, സോ അത് അങ്ങനൊരു പ്രൈമർലി അങ്ങനൊരു സീസ് ഫയർ നടന്നപ്പോൾ ഒരു ഇനിഷ്യലി ഒരു റിലീഫ് റാലിയാണ് ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ബേസിക്കലി എന്താ പറയുക, വലിയൊരു എന്താ പറയുക, സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിലൊരു എന്താ പറയുക, ഒരു റിക്കവറി നടത്തി എന്നുള്ളൊരു കാര്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ഓക്കെ, സോ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ട്രംപ് എന്ത് ചെയ്തു, ട്രംപ് പറഞ്ഞു, ഹി ക്ലെയിംഡ് ദാറ്റ് ഒരു പ്രൊഡക്റ്റീവ് ടോക്സ് ഇറാനുമായിട്ട് നടന്നു. അതൊരു വാല്യബിൾ കൺസെഷൻ ലോട്ട് പോകാൻ പോവുകയാണ് റിഗാർഡിങ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ്. ഓക്കെ, സോ അത് ഒരു നല്ല രീതിയിൽ ഇറാനുമായിട്ടുള്ള ഇറാൻ്റെ അടുത്തൊരു സംസാരം ഉണ്ടായി എന്നുള്ളൊരു കാര്യം നമ്മുടെ ട്രംപ് അണ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാൻ അത് ഡിനൈ ചെയ്തു. ഓക്കെ, സോ ഇറാൻ പറഞ്ഞു തെഹ്റാൻ ഒരു രീതിയിലും US-ആയിട്ടൊരു ഡയറക്റ്റ് ടോക്കിന് അവർ തയ്യാറല്ല എന്നുള്ളൊരു കാര്യം ഇറാൻ കടുപ്പിച്ച് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നലെ വരെയുള്ള ന്യൂസ്. ഇന്ന് നമുക്കൊരു പുതിയൊരു ന്യൂസ് ഉള്ളത് എന്താ വെച്ചാൽ, ഒരു പീസ് പ്രൊപ്പോസൽ റൂമേഴ്സാണ്. ഓക്കെ, സോ ബേസിക്കലി ഈ പീസ് പ്രൊപ്പോസൽ റൂമേഴ്സ് എന്ന് പറയുന്നത് എന്താ പറയുക, ന്യൂയോർക്ക് ടൈംസ് സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, US ഒരു 15 പോയിന്റ് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഫോർ 1 month സീസ് ഫയർ. ഓക്കെ, സോ ഇത് കൺഫേം ആയി കഴിഞ്ഞാൽ ദിസ് കുഡ് ലീഡ് ടു എ ഡീപ്പർ സെൽ ഓഫ് ഇൻ ഗോൾഡ്. ഗോൾഡിലൊരു ഡീപ്പർ സെൽ ഓഫ് നടക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അങ്ങനെ നടക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് തന്നെ, കാരണം US ആണ് അങ്ങോട്ട് പ്രപ്പോസൽ കൊടുത്തത് അല്ലേ. സോ അതുകൊണ്ടിട്ട് തന്നെ ചിലപ്പം ഒരു വലിയൊരു സീസ് ഫയർ ഉണ്ടാകാം ഫോർ 1 month. ഓക്കെ, സോ എന്നിരുന്നാലും വലിയൊരു സെൽ ഓഫ് ഗോൾഡിനുണ്ടാകും. സോ സ്റ്റിൽ ബി കെയർഫുൾ ഓൺ ഗോൾഡ്. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഗോൾഡ് ബൈ ചെയ്യാതിരിക്കുക. ഉറപ്പായിട്ടും നമുക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം ഇന്നത്തെ വീഡിയോയിൽ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോട്ടറി എന്ന് വിചാരിച്ച് അവിടെ നിന്ന് വാങ്ങി പോകുന്നതുകൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡ്, നമ്മുടെ എക്കണോമിക് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. കാരണം ആൾക്കാരുടെ ഏറ്റവും വലിയൊരു ഡൗട്ട് എന്താണെന്ന്, നമ്മളുടെ വാർ വന്നിട്ടും എന്തുകൊണ്ട് ഗോൾഡ് മുകളിലോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഓക്കെ, സോ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മളുടെ ഹാക്കിഷ് ഫെഡ് ഹോൾഡ് എന്ന് പറയും. സോ അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. ഈ വർഷം ഒരൊറ്റ വട്ടമേ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കൂ എന്നുള്ളൊരു കാര്യം നമ്മളുടെ ഫെഡ് ചെയർ പവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ സമയത്ത്.
ഓക്കെ. സോ അതിലൂടെ US ബോണ്ടുകളിലോട്ട് ആൾക്കാർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം US ബോണ്ടുകളിൽ ഇൻട്രസ്റ്റ് കിട്ടും, പക്ഷേ ഗോൾഡിൽ ഇൻട്രസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടിട്ടാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്, ഗോൾഡ് വാർ നടന്നിട്ടും മുകളിലോട്ട് പോകാത്തത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതെല്ലാം നമ്മൾ എല്ലാ ദിവസവും പറയുന്നതാണ്, ജസ്റ്റ് പറഞ്ഞു പോയെന്ന് മാത്രം. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഗോൾഡ് ഒരു വലിയൊരു റിക്കവറിക്കിപ്പം പോകുന്നതിൻ്റെ റീസൺ 4100 പോയിട്ട് തിരിച്ച് മുകളിലോട്ട് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. അതിന് വൺ ഓഫ് ദ റീസൺ എന്താ വെച്ചാൽ $95 പെർ ബാരലായി നമ്മളുടെ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് അല്ലേ. സോ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് വന്നപ്പോഴത്തേക്കും ലോവർ എനർജി കോസ്റ്റായി അല്ലേ. സോ ഇൻഫ്ലേഷൻ ഫിയർ ഒരു താൽക്കാലികമായിട്ട് കുറച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിലുള്ള ഡിമാൻഡ് കൂടി എന്നുള്ളൊരു കാര്യവും നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ. സോ അതേപോലെ തന്നെ US ഡോളർ ഇൻഡെക്സ് അത് ഭയങ്കര രീതിയിൽ ഒരു റെക്കോർഡ് നിയർ ബൈ ആയിട്ടുള്ള ഏറ്റവും വലിയ റെക്കോർഡിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഫോറിൻ ആയിട്ടുള്ള കൺട്രീസ് ഇപ്പോൾ US ഡോളറിലാണല്ലോ ഗോൾഡ് വാങ്ങേണ്ടത്, അതുകൊണ്ടിട്ട് തന്നെ അവർക്ക് മോർ എക്സ്പെൻസീവ് ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. സോ ഇതിൽ നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ആഡ് ഓൺ ചെയ്ത പോയിന്റ് എന്താ വെച്ചാൽ ഫോളിങ് ഓയിൽ പ്രൈസ്, അതായത് ഓയിൽ പ്രൈസ് താഴോട്ട് പോയപ്പോൾ ഉള്ള ഗോൾഡിലുണ്ടായ ഡിമാൻഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പോവുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ. സോ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം പേടിക്കാനായിട്ടുള്ള നമ്മുടെ ലെവൽസിലോട്ട് വന്ന് ഉറപ്പായിട്ടും ട്രേഡ് ചെയ്യണം. പക്ഷേ റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്ന ന്യൂസുകളെല്ലാം ഞാൻ എടുത്ത് പറഞ്ഞു പോയത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ. സോ നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ എന്താ പറയുക, നമ്മളെപ്പോഴും പറയാറുള്ള നമ്മളുടെ ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്നൊരു ബ്രോക്കറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഏതൊരു ബ്രോക്കർ എടുത്താലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ റെഗുലേഷൻസ് തന്നെയാണ് അല്ലേ. സോ ബേസിക്കലി സ്റ്റാർ ട്രേഡറിന് എല്ലാ രീതിയിലുള്ള റെഗുലേഷൻസും ഉണ്ട്. നമുക്ക് UAE ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ, ഇതെല്ലാം മേജർ റെഗുലേഷനാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ. സോ ഇത് എന്താ പറയുക, ഇതെന്താണ് മാറുന്നില്ലല്ലോ. ഓക്കെ. അപ്പോൾ എന്തോ പറ്റിയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്നുകൂടെ എടുത്തു. ഓക്കെ. സോ നിങ്ങൾ നേരെ റെഗുലേഷനിലോട്ട് പോവുക, കമ്പനി പ്രൊഫൈലിലോട്ട് പോയിട്ട് റെഗുലേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എവിടെയൊക്കെയാണ് സ്റ്റാർ റെഗുലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. സോ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം UAE ബേസ് ചെയ്തിട്ടുള്ള CMAയുടെ റെഗുലേഷൻ, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷൻ, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള FSAയുടെ റെഗുലേഷൻ ഒക്കെയുള്ള ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ നമ്മളുടെ എന്താ പറയുക, ഈ സ്പോൺസർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ UAE ടീമിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്, NBA സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. കഴിഞ്ഞ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ UAE ടീമിനെ സ്പോൺസർ ചെയ്ത് സ്റ്റാർ ട്രേഡറാണ്. അങ്ങനെ ഒരുപാട് സ്പോൺസർഷിപ്പുകൾ ചെയ്യുന്നൊരു കമ്പനിയാണ് നമ്മളുടെ എന്താ പറയുക സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. സോ അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഒരുപാട് ബോണസുകളുണ്ട്. USDT ഫസ്റ്റ് ഡെപ്പോസിറ്റിന് റിവാർഡ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഡെപ്പോസിറ്റിന് ഫസ്റ്റ് ഡെപ്പോസിറ്റിനും ഇന്ത്യൻ ക്ലയൻസ് അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലയൻസ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ $500 50% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്തത് അതിൻ്റെ 20% ബോണസും കിട്ടും. എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് കിട്ടും. എക്സാമ്പിൾ, നിങ്ങളൊരു $1000 ഇട്ടാൽ $1250 ട്രേഡ് ചെയ്യാം. ഓക്കെ. സോ അതിനുശേഷം നിങ്ങൾ വീണ്ടും ഒരു $1000 ഇട്ടാൽ $1200 നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുകയും ചെയ്യും. ഓക്കെ. സോ ബേസിക്കലി ഇതാണ് അതിൻ്റെ കാര്യം. യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ അങ്ങനെയല്ല, 1000-ന് 1000 തന്നെ കിട്ടും. 100% ബോണസാണ് യൂറോപ്യൻ ക്ലയൻസിന് കിട്ടുന്നത്. അതിൻ്റെ മുകളിലുള്ള എത്ര പൈസ ഇട്ടാലും അതിൻ്റെ 20% ബോണസും യൂറോപ്യൻ ക്ലയൻസിന് എൻജോയ് ചെയ്ത് പോവുകയും ചെയ്യാം. സോ ഈ ഒരു ഓഫർ വെറും മാർച്ച് 31 വരെ ഉള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ നോക്കാനായിട്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. എത്രയും പെട്ടെന്ന് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഞാൻ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ. അങ്ങനെ ആക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ലൈഫ് ലോങ് സപ്പോർട്ടും എനിക്ക് തരാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മറ്റേ ട്രേഡർ 5 റെഡി ആയിട്ടില്ല. സോ നമുക്ക് നമ്മുടെ ഇതിനകത്തോട്ട് തന്നെ പോവാം. ഓക്കെ. സോ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPYയിലോട്ട് പോകാം. USD JPYയിലോട്ട് പോകാം. ഓക്കെ. സോ USD JPYയിൽ ഐ തിങ്ക് ഇവിടുത്തെ കറണ്ട് പോയെന്ന് തോന്നുന്നു. ഓക്കെ. ഞാൻ എൻ്റെ എന്താ പറയുക, എൻ്റെ ചാർട്ട് ഞാൻ എടുത്തിട്ട്, കാരണം ഒന്നെന്ന് പറഞ്ഞ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ചാർട്ട് ഞാൻ ഫോളോ ചെയ്യാം. നിങ്ങളുടെ ചാർട്ട് ഫോളോ ചെയ്യും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് റേറ്റ് പറഞ്ഞു പോവാം. ഓക്കെ. USD JPYയുടെ റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ JPY
ഓക്കെ, ഇത് മാറുന്നില്ല അതിനകത്ത്. സോ നമുക്ക് നമ്മളുടെ മെറ്റാട്രേഡർ 5 നോക്കാം. USD JPY ഇതിൽ ഇപ്പോഴത്തെ പ്രൈസ് 158.61 ആക്ച്വലി USD JPYയിൽ ഇപ്പം ഞാൻ 10:16 ഇന്ത്യൻ ടൈമിംഗ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സോ 158.9091 റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. 158.91. ഓക്കെ, സോ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് കറക്റ്റല്ല, 158.91 മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ബേസിക്കലി നമ്മളുടെ ഇന്നത്തെ റേഞ്ച് നമ്മൾ USD JPY നോക്കുകയാണെങ്കിൽ, സോ ഇന്നത്തെ ഒരു എന്താ പറയുക റേഞ്ച് USD JPYയിൽ 158.20 ടു 159.80. നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോ. ഓക്കെ, സോ ബേസിക്കലി ഇന്ന് നമ്മളുടെ ഒരു ഓപ്പർച്യൂണിറ്റി, നമ്മുടെ USD JPY ഓപ്പർച്യൂണിറ്റി ബുള്ളിഷ് ആണ് മാർക്കറ്റ്. ഓക്കെ, എൻട്രി നിയർ 158.4 അടുത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ബൈ എൻട്രി 158 അടുത്തുള്ളൊരു ബൈ എൻട്രി പെർഫെക്റ്റ് ആയിട്ട് വർക്കായിട്ടുണ്ട്. എത്ര പേര് അതിനകത്ത് നിന്ന് പ്രോഫിറ്റ് എടുത്ത് മാറിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഉറപ്പായിട്ടും വേണമെങ്കിൽ ഇപ്പോൾ പ്രോഫിറ്റ് എടുത്ത് മാറാൻ പറ്റും. ഓൾമോസ്റ്റ് 90 പിപ്പിൻ്റെ പ്രോഫിറ്റ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, സോ ആ ഒരു പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം 159 അവിടുന്ന് റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വീണ്ടും നമുക്ക് 158 വരെ ഇന്ന് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. 158.20 158.40 റേഞ്ചിൽ നമുക്ക് ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് നമുക്ക് 157.80 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ടേക്ക് പ്രോഫിറ്റ് 159 അടുത്ത് അല്ലെങ്കിൽ 159.70 അടുത്ത് നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് USD JPYയിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മൾ GBP USDയിലോട്ട് പോവുകയാണ് എങ്കിൽ GBP USD ഇപ്പോൾ കറണ്ട് റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ നമ്മുടെ എന്താ പറയുക മെറ്റാട്രേഡർ 5 ഞാൻ പോകുമ്പോൾ, സോ യെസ് നമ്മുടെ മാർക്കറ്റ് ഓൺ ആയിട്ടുണ്ട് ഇതിനകത്ത്. യെസ്, നമ്മൾ കറണ്ട് തിരിച്ചു വന്നു. ഓക്കെ, സോ ഇത് അതിലൂടെ എൻ്റെ മെറ്റാട്രേഡർ 5 ശരിയായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ USD JPYയിലൂടെ നമുക്ക് പോകാം. USD JPYയിൽ 101.3393 മാർക്കറ്റ് നിൽക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി 1.3393 നിന്ന് നമുക്ക് എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? ഒരു ഓപ്പർച്യൂണിറ്റി ബൈ ആണ് നമുക്ക് ചെയ്യേണ്ടത്. സെല്ലിലോട്ട് പോവാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒരു ബുള്ളിഷ് സൈനൊക്കെ നമ്മൾ നമ്മുടെ GBP USDയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ 1.3350 അടുത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് 1.3290 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. ഒരു എന്താ പറയുക സേഫ് ആയിട്ടുള്ളൊരു ഒരു സ്റ്റോപ്പ് ലോസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ 1.3260 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടിയും വരും. ഓക്കെ, സോ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് 1.3450 മുകളിലായിട്ട് നമുക്ക് അടുത്തായിട്ട് നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം GBP USDയിൽ. ഓക്കെ, സോ യൂറോ USD നോക്കാം. യൂറോ USD നമ്മളൊരു സെൽ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്നത്തെ ദിവസം. ഒരു ബെയറിഷാണ് മാർക്കറ്റ്. ഓക്കെ, 1.15982 നിൽക്കുന്നു മാർക്കറ്റ്. സോ ബേസിക്കലി നമുക്കൊരു സെൽ എൻട്രി ഉള്ളത് 1.1600 മുകളിലായിട്ട് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടാൽ നമുക്കൊരു 1.1600 അല്ലെങ്കിൽ 1.1630 അടുത്ത് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് 1.1710 അടുത്തായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 1.1520 അടുത്തായിട്ട് നമുക്ക് TP വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ അതാണ് നമുക്ക് എന്താണ് യൂറോ USDയിൽ നമുക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ കാണിക്കുന്നത്. ഒരു ബെയറിഷ് തന്നെയാണ് മാർക്കറ്റ്. ഓക്കെ, ഞാൻ ഗോൾഡിലെ ഇന്നത്തെ റേഞ്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 4490 ടു 4620 വരെയാണ് മാർക്കറ്റിൻ്റെ ഇന്നത്തെ റേഞ്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി 4570 അവിടെ മാർക്കറ്റ് നിൽക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇതെല്ലാം ഞാൻ പറയുന്നത് US സെഷൻ വരെയാണ് കേട്ടോ. സോ സെൽ നിയർ നമുക്ക് 4584 ടു 4600 ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യുക. സോ ആ ഒരു റേഞ്ച് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഓക്കെ, സോ അവിടുന്ന് സെല്ലെടുത്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് 4655 മുകളിലായിട്ട് നല്ല രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 4450 റേഞ്ചിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഗോൾഡിലുള്ള ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞത്. ഇതെല്ലാം ഒരു ലോങ്ങർ ടേം ഓപ്പർച്യൂണിറ്റിയാണ്. ബൈ എടുക്കുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് 1 hour ക്യാൻഡിലിൽ വെയിറ്റ് ചെയ്യാം.
ഓക്കെ. സോ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് 1 hour ക്യാൻഡിലിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഓക്കെ. അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഓപ്പണിംഗ് ഇപ്പം 11:30 മണിക്ക് നമ്മളുടെ യൂറോപ്പ് ഓപ്പൺ ആവും ഇന്ത്യൻ ടൈമിങ്ങിൽ അല്ലേ. സോ 11:30 മണിക്ക് മാർക്കറ്റ് സ്ട്രഗിളിങ് 4600 താഴെ മാർക്കറ്റ് 4600 ക്രോസ് ചെയ്യാതെ മുകളിലോട്ട് പോവാതെ സ്ട്രഗിൾ ചെയ്യുകയാണ് എങ്കിൽ നമുക്കൊരു 1-2 ക്യാൻഡിലും കൂടെ വെയിറ്റ് ചെയ്തിട്ട് അവിടുന്ന് സെല്ലെടുത്ത് പോകുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ. സോ വെറുതെ അവിടെ 4000 ഞാനിപ്പോൾ പറഞ്ഞ റേഞ്ചസ് വെറുതെ ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കറൻസീസിൽ എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. നിങ്ങൾ ഈവൻ ലിമിറ്റ് ഇട്ട് വെച്ചാലും തെറ്റില്ലാത്ത കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ എന്താ പറയുക റേഞ്ച് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവൻ റേഞ്ച് ഇട്ട് വെച്ചാലും കുഴപ്പമില്ല. സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും വെച്ചാൽ മതി. പക്ഷേ ഗോൾഡിൽ നിങ്ങൾ 1 hour ക്യാൻഡിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഓരോ പോയിൻറ്റ്സും അപ്പോൾ 4800 4580 85 റേഞ്ചിൽ സെല്ല് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ അത് 4580 ടു 4600. ഓക്കെ. സോ അതിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് പോകാനായിട്ട്. ഓക്കെ. സോ അത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യമാണ്. അവിടെ ഓർഡർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കി പോവുക. ലോങ് ടേം എൻട്രി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സോ മാർക്കറ്റ് ഒന്നുകൂടെ റീട്രേസ് ചെയ്തിട്ട് 4150 4250 ഇടയ്ക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തെറ്റില്ല. ഓക്കെ. കാരണം വലിയ കമ്പനികൾ ഒന്നാമത് അവിടെ ഒരു ടെക്നിക്കൽ എന്താ പറയുക നമ്മളുടെ 200 മൂവിങ് ആവറേജ് ഒക്കെ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് JP Morgan അങ്ങനെ ഉള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗോൾഡ് വിൽ ബി ഹിറ്റിംഗ് 5000 or 6000 5000 to 6000 ലേറ്റ് 2026 എന്നുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ടിട്ട് തന്നെ 4200 എന്ന് പറയുന്ന പ്രൈസ് നമുക്ക് വളരെ ഒരു സേഫർ പ്രൈസാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി അവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് എടുത്ത് പോവുക. അതേപോലെ തന്നെ 4650 മുകളിലായിട്ടൊരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ആവുകയും ഓക്കെ ഡെയിലി ക്യാൻഡിൽ 4650 മുകളിലായിട്ട് ക്ലോസ് ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടുന്ന് ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ഉണ്ടാവുകയും അവിടുന്ന് മുകളിലോട്ട് പോകും എന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ. ഓക്കെ. സോ 4660 അവിടുന്ന് നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 4900 വരെ മാർക്കറ്റും അപ്പ് ട്രെൻഡായിട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ. സോ ബേസിക്കലി നമ്മൾ ഏറ്റവും വലിയൊരു അഡ്വൈസ് എനിക്ക് പറയാനായിട്ടുള്ളത് മാർക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇന്നും ഗോൾഡ് സേഫ് ആണോ ട്രേഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഇന്നും സേഫ് അല്ല. ഓക്കെ. സോ മാർക്കറ്റ് തന്നെ നെർവസ് ആണ്. കാരണം എന്താ വെച്ചാൽ വെദർ ദ 5-day പീസ് ഇൻ മിഡിൽ ഈസ്റ്റ് വിൽ ലാസ്റ്റ് 5 ദിവസത്തെ പീസ് മിഡിൽ ഈസ്റ്റിൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ കൂടും. ഓക്കെ. സോ ഫോർ ഗോൾഡ് സെൽ നിയർ 4600 ഫോർ ക്വിക്ക് പ്രോഫിറ്റ് ബട്ട് ബൈ നിയർ 4200 എന്നുള്ളതാണ് ഒരു ലോങ്ങർ ടേമിൽ എനിക്ക് ഗോൾഡിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ട് നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.